ഭരതനും ഗുണ്ടകളും കൂടി നടുറോഡിൽ വെച്ച് പൊരി പിന്നെ എങ്ങനെ വിടാൻ പറ്റും? ഇവൻ ഇങ്ങോട്ട് അയച്ചപ്പോ തന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയായിരുന്നു. ഭരതന് തുല്യം ഭരതൻ മാത്രം. ഭരതനോട് നിങ്ങളാണ് അവന്റെ അച്ഛനെയും അമ്മയും പെങ്ങളെയും കൊന്നതെന്ന് ഒരു കാലത്ത് ഞാൻ പറയില്ല. നീ പറഞ്ഞതല്ലെന്ന് ഞാൻ അറിഞ്ഞ ഭാനുമതി എന്നോട് വേറൊരു കഥ പറഞ്ഞാൽ അന്ന് നിന്റെ ആന്ത്യമായിരിക്കും. വണ്ടിയറ എന്താ സന്ദീപ്? വിജയേട്ടനാ വിശ്വംഭരൻ അമ്പലത്തിനടുത്തിട്ട് തലി ചതക്കി. അയ്യോ വിജയേട്ടാ, അയ്യോ എന്റെ ഈശ്വര, അയ്യോ ചോര, അയ്യോ എന്തിനാ വിജയേട്ടാ അയാള് തല്ലിയത്? ഭാനുമതി എന്താ എന്നോട് പറഞ്ഞതെന്നറിയാൻ. സത്യം പറഞ്ഞോ വിജയേട്ടൻ? ഇല്ല, സമാധാനിക്കാറായിട്ടില്ല. അയാൾ ഇനിയും വരും. ഞാൻ പറഞ്ഞത് നുണയാണെന്നറിഞ്ഞാൽ എന്നെ കൊല്ലാൻ. വിജയേട്ടൻ എന്താ അയാളോട് പറഞ്ഞത്? ഭാനുമതി പറഞ്ഞത് ഭരതനെ കുറിച്ചാണെന്ന് പറഞ്ഞു. വിശ്വസിച്ചു അയാള്? വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഭാനുമതി സത്യം പറഞ്ഞാലോ? പറഞ്ഞാൽ അയാള് മായയെ കൊല്ലുമെന്ന് ഭാനുമതിക്ക് അറിയാലോ. പറയില്ല. അയാള് മനസാക്ഷി ഇല്ലാതെ ചെകുത്താനല്ലേ? തല്ലി ചതച്ചു ഭാനുമതിയെ കൊണ്ട് സത്യം പറയിച്ചാലോ? എനിക്കറിയാം ഭാനുമതിയെ. മരിക്കേണ്ടി വന്നാലും ഭാനുമതി ആ രഹസ്യം വിശ്വംഭരനോട് പറയില്ല. ഒന്നും അറിയണ്ടായിരുന്നു, മനസമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഒന്നും അറിയാതിരുന്നാലും നമുക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ശാരദ. അശ്വതി ഭരതന്റെ കൂടെ പോയത് കണ്ടില്ലേ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചു അവളെങ്ങനെ ചെയ്യുന്നു? ഇനി മായ അവളും ജയകൃഷ്ണന്റെ കൂടെ പോവില്ലെന്ന് ആര് കണ്ടു? വേണ്ടാത്ത ഒന്നും പറയണ്ട. മായ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എല്ലാം വിധിയാണ് ശാരദ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. നമ്മൾ വെറും കാഴ്ചക്കാരും മാത്രം. നമുക്ക് ഭാനുമതി ഒന്ന് കാണണ്ടേ? ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കണ്ടേ? വേണം, അല്ലെങ്കിൽ ഇനിയും വരും ആ കാലപാഠം. ഇത്രയും തല്ലിച്ചതച്ചിട്ടും നാട്ടുകാർ വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. കൊന്നാലും ആരും തടയാനുണ്ടാവില്ല. എന്തിനാണ് അയാള് പേ പിടിച്ച പട്ടിയെ പോലെ രഹസ്യം അറിയാൻ ഓടി നടക്കുന്നത്? മായ ഭരതന്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞാൽ അയാൾക്ക് എന്താ കുഴപ്പം? ഭർത്താവിന്റെ ജീവന്റെ വിലയുള്ളൊരു രഹസ്യം ഭാനുമതിക്കറിയാം. അത് ഭാനുമതി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയാനാ വിശ്വംഭരന്റെ ശ്രമം. അത് ഭാനുമതി വിജയേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്നെ ഒന്ന് പിടിച്ചേ. ഭരതന്റെ അച്ഛനെയും അമ്മയെയും വിശ്വംഭരൻ അയച്ച കൊലയാളികളാണ് കൊന്നത്. ആ രഹസ്യം ഭരതൻ അറിഞ്ഞാ പിന്നെ ഇവിടെ രണ്ടിലൊരാളെ ബാക്കിയുണ്ടാവും. ഒന്നുകിൽ ഭരതൻ, അല്ലെങ്കിൽ വിശ്വംഭരൻ. മായ ബാക്കിയുണ്ടെന്നറിഞ്ഞാൽ അവളെയും. പതുക്കെ പറ ശാരദേ. അങ്ങനെ ഒരു സംശയം തോന്നിയാൽ മായയുടെ ജീവിതം അപകടത്തിലാവും. തല്ലിച്ചതച്ചിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
നീയും പറയരുത്. ഇല്ല. നമ്മുടെ മായമോൾക്ക് വേണ്ടി ചത്തുപോകാൻ ഞാൻ തീരുമാനിച്ചിരുന്നത് കൊണ്ടാ തല്ലുകൊണ്ടിട്ടും വേദന കടിച്ചമർത്താൻ കഴിഞ്ഞത്. അത് നിനക്കും കഴിയണം. നമ്മുടെ മോൾക്ക് നമ്മൾ കൊടുക്കുന്നത് അവളുടെ ജീവൻ തന്നെയാ. പക്ഷേ ഒരിക്കലും മായ അതറിയാൻ പാടില്ല. ഇനി ഒരുപാട് നടക്കണ്ട വിജയേട്ടാ, ഞാനൊരു ഓട്ടോ പിടിക്കാം. ഇപ്പോ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. തല്ലുകൊള്ളുമ്പോ എല്ലാം തുറന്നു പറഞ്ഞു പോവില്ല എന്ന് ഞാൻ പേടിച്ചിരുന്നു. അതുണ്ടായില്ലല്ലോ. ആദ്യത്തെ അടി കൊണ്ടപ്പോ മാത്രമേ പേടി തോന്നിയിരുന്നുള്ളൂ. പിന്നെ അറിയാതെ ധൈര്യം കിട്ടി. ഇപ്പൊ ഉറപ്പുണ്ട്, ഇനിയും അയാൾ വന്നാലും ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ ഭാനുമതിയെ ഒന്ന് കാണണമല്ലോ. അതിനെന്താ വഴി? നിന്റെ ആ ഞൊണ്ടിക്കാലിനെ ഞാൻ കണ്ടു അല്പം മുമ്പ്. എന്താ ഞെട്ടിയത്? അയാളെ കണ്ടത് ഒരു മനുഷ്യനല്ലല്ലോ, നിങ്ങളല്ലേ. അതുകൊണ്ട് നീ പറഞ്ഞ ശരിയാ പനോതി. മനുഷ്യനായിട്ടല്ല, പിശാചായിട്ടാ ഞാൻ ആളെ കണ്ടേ. അതും എന്റെ കാറിന്റെ മുന്നിൽ. കൊന്നോ എന്നല്ലേ ഇപ്പൊ നിനക്ക് അറിയേണ്ടത്. കാറിന്റെ അടിയിലിട്ട് ഞെരിക്കാൻ ആദ്യം തോന്നിയത്. രക്ഷപ്പെട്ട പുഴുവിനെ പോലെ അടിഞ്ഞ് നടക്കുമല്ലോ അവൻ. പിന്നെ തോന്നി വെറുതെ തല്ലി ചതച്ചാ മതി. പാതി ജീവൻ ബാക്കി വെച്ചാ സത്യം പറയണമെന്ന് അവന് തോന്നിയാലോ. അയാൾ എന്തെങ്കിലും പറഞ്ഞോ? എന്തോ പറയണമെന്ന് തോന്നിയാലും പറയില്ലല്ലോ അവൻ. നീ അങ്ങനെയല്ലേ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരെയും പേടിക്കുന്നത്? എന്നെയോ അതോ ആ പാവം വിജയനെയോ? അതല്ല നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഭരതനെയോ? എന്താണോ ഇപ്പൊ ഇങ്ങനെ ഒരു ഭൂതോദയം? അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു രഹസ്യം അന്വേഷിച്ച് നിങ്ങൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കില്ലല്ലോ. ഒട്ടും വിശ്വസ്തല്ലാത്തൊരു സ്ത്രീ ഭാര്യയായി കൂടെ താമസിക്കുമോ? ഞാൻ സംശയിക്കണ്ടേ പനോതി? സംശയിക്കണം, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് ഭാര്യ കൂടെ ഉള്ളപ്പോൾ. ആഹാ, അപ്പൊ മറന്നിട്ടില്ല. മറക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കൽപ്പിച്ചു തന്ന ഔദാര്യമല്ലേ അത്? അല്ല, നമ്മൾ രണ്ടുപേരും എപ്പോ തമ്മിൽ കണ്ടാലും കീരിയും പമ്പും പോലെയാണല്ലോ. ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടേ? നിങ്ങൾക്കതിന് സ്നേഹത്തിന്റെ ഭാഷ അറിയില്ലല്ലോ വിശ്വേട്ടാ. പകയും വൈരാഗ്യവും പ്രതികാരവും അല്ലേ നിങ്ങളുടെ ഈ മനസ്സ് നിറയെ. എന്നാലും അതൊക്കെ മാറ്റിവെച്ച് നമുക്ക് നല്ലൊരു ഭാര്യയും ഭർത്താവായാലോ? വിശ്വേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവാത്തത് നീ എന്നെ സ്നേഹിക്കാത്തതുകൊണ്ടോ? വിശ്വേട്ടൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല അല്ലേ? ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഒരേ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയണം. എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. നിന്റെ ഒരു കാര്യത്തിൽ ഞാനിവിടെ ഇവിടില്ല. വാക്ക് തന്നാൽ പരസ്പരം കാണുമ്പോഴുള്ള ഈ വഴക്ക് അങ്ങ് ഒഴിവാക്കും. വാക്ക് തരാം. അതുപോലെ നിങ്ങളും എനിക്കൊരു വാക്ക് തരണം. വിജയനെ ഇനി ഉപദ്രവിക്കരുത്. അയാളോട് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഭരതനെയും അശ്വതിയെയും ഇനി ഉപദ്രവിക്കരുത്. ഇങ്ങനെ ചിരിക്കാൻ ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. തമാശ പറഞ്ഞെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു. പിന്നെ ഈ ചിരിയുടെ അർത്ഥം? ഭരതനെയും അശ്വതിയും ഉപദ്രവിക്കരുതെന്ന് നീ പറഞ്ഞ കേട്ട് ചിരിച്ചു പോയത്. പെണ്ണ് കെട്ടി സുഖവാസം നടത്തുന്ന അവനെ വെറുതെ അങ്ങ് കൊന്നാ പോരെ? എനിക്ക് ചത്ത് കിടക്കുമ്പോഴും നിന്റെ ഭരതനൊരു മനുഷ്യന്റെ രൂപം പോലും ഉണ്ടാവില്ല പാനു. നല്ല വേദനയുണ്ടോ? ഞാൻ ചൂട് പിടിച്ചു തരട്ടെ? വേണ്ട. ദേ, നാളെ നീര് കൂടിയാലോ? നടക്കാതിരുന്നാ പോരെ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. നാളെ ഡോക്ടറെ കാണണം. ഇനി തോന്നുമ്പോഴൊക്കെ വരും ആ കാട്ടാളൻ. അപ്പോഴൊക്കെ ഡോക്ടറെ കാണാൻ പറ്റുമോ? ഓ, അല്ലെങ്കിലും വിജയേട്ടന് വാശി കുറെ കൂടുതലാ. ഇത് വാശിയല്ല ശാരദേ, നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ധർമ്മസങ്കട. ഇവിടെ പോലീസും നീതിയും നിയമവും കോടതിയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ആർക്കെങ്കിലും തടയാൻ കഴിയുന്നുണ്ടോ വിശ്വംഭരന്റെ തോന്നിയാസം? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല,
വർഷങ്ങളായി വേട്ടയാടുകയല്ലേ അവൻ നമ്മളെ. എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കണം വിജയേട്ടാ. വിധി, എല്ലാം വിധി. അശ്വതി ഭരതന്റെ കൂടെ പോയതും വിധി. ഇനി മായയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴും നമ്മൾ പറയും വിധിയാണെന്ന്. അശ്വതി എങ്ങോട്ടെങ്കിലും പോട്ടെ. കണ്ണിൽ ചോരയില്ലാത്ത അവന്റെ കൂടെയുള്ള ജീവിതം തിരഞ്ഞെടുത്തത് അവളല്ലേ. എന്തു സംഭവിച്ചാലും അവൾ അനുഭവിക്കണം. പക്ഷേ നമ്മുടെ മായ, അവളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ എന്ത് ചെയ്യും നമ്മള്? ഭാനുമതിയെ കാണണം. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. പതുക്കെ. അല്ല, വിശ്വംഭരനെ പിണക്കിയിട്ട് ഭാനുമതിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? വിജയേട്ടനോട് ചോദിച്ചതൊക്കെ ഭാനുമതിയോട് ചോദിച്ച് അവളെ കൊല്ലാക്കല ചെയ്യുന്നുണ്ടാവില്ലേ വിശ്വംഭരൻ? ഉണ്ടാവും. എന്നാലും നമ്മളെ കാണാൻ വരാതിരിക്കില്ല. അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ. വരുന്നത് വരെ കാത്തിരിക്കണം. നല്ല കാലം ഇവിടെ വെക്ക്. ഞാൻ ഇപ്പൊ വരാട്ടോ. ആ ശാരദേ, എന്താ വിജയേട്ടാ? ഭാനുമതി വന്നാൽ മായയെ ഭരതന് കൊടുക്കാൻ പറയൂ. ഭരതന്റെ അനിയത്തിയല്ലേ മായ, കൊടുക്കാൻ പറഞ്ഞ കൊടുക്കണ്ടേ? ചിന്തിക്കാൻ പോലും വയ്യല്ലോ ഭഗവാൻ. ഭരതന്റെ അനിയത്തിയാണ് മായ എന്നറിഞ്ഞ വിശ്വംഭരൻ ചിലപ്പോ അവളെ കൊല്ലാതിരുന്നാലോ? എവിടെ ആയിരുന്നാലും നമ്മുടെ മോള് ജീവനോടെ ഉണ്ടായിരുന്നാ മതി അല്ലേ? സത്യമറിയുമ്പോ അവള് വിഷമിക്കില്ലേ? വിഷമിക്കും. എന്നാലും തടയാൻ പറ്റില്ലല്ലോ. നമ്മൾ അവളുടെ ആരും അല്ലല്ലോ. എല്ലാം ഓർമ്മിപ്പിച്ചത് ഭാനുമതിയാ. മായയെ സ്നേഹിച്ചു മതിയായിട്ടില്ലല്ലോ നമുക്ക്. അവൾ കൂടി പോയാൽ നമ്മൾ രണ്ടുപേരും തനിച്ചാവും. എങ്ങനെ ജീവിച്ചതാ എല്ലാരും കൂടെ ചേർന്നു. പഴയതൊക്കെ മറന്നു. ഇനി ഒരിക്കലും ആ നല്ല കാലം തിരിച്ചു വരില്ല. ഭാനുമതി, എന്റെ ആയുസിന്റെ ബലം കൂട്ടുന്നത് നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയാണ്. ആര് പറഞ്ഞു അങ്ങനെ? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, സത്യമാണോ? പറഞ്ഞത് ഭരതനാണെങ്കിൽ അത് സത്യമായിരിക്കും വിശ്വേട്ട. അതിന്റെ അർത്ഥം അവൻ എന്നെ കൊല്ലാത്തത് നീ ഒരു വിധവയാവാതിരിക്കാൻ വേണ്ടിയാ അല്ലേ? വീണ്ടും വഴക്കിന് വന്നിരിക്കുകയാണോ എന്നോട്? ഞാൻ അവനെ കണ്ടു ഭാനു. അവൻ എന്നോട് പറഞ്ഞു അവനോട് വന്നത് കൊല്ലാനായിരുന്നെന്ന്. നിന്റെ കഴുത്തി താലി ഉള്ളത് കൊണ്ട് കൊല്ലാതെ പോയതാണ്. ഇനി ആ സൗജന്യം എനിക്ക് വേണ്ട ഭാനുമതി. ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. എന്താ എന്താ അങ്ങനെ? ഇതിൽ തൊടാൻ നിങ്ങൾക്ക് അർഹതയില്ല വിശ്വേട്ട. പണ്ട് ഞാൻ തന്നെ കെട്ടിയതല്ലേ, ഇപ്പൊ ഞാൻ തന്നെ അടിച്ചു മാറ്റുന്നു, അത്രേ ഉള്ളൂ. അന്ന് നിങ്ങൾ ഇതെന്റെ കഴുത്തിൽ അണിയിക്കുമ്പോ പരിപാവനമായൊരു നിലവിളക്കിന്റെ പ്രഭാപൂരം സാക്ഷിയായി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കതിർമണ്ഡപം, നിറപറ. ഓർമ്മയുണ്ടോ അതൊക്കെ? നാലാളറിഞ്ഞ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതാ വിശ്വേട്ട. എന്നെ കൊല്ലുമ്പോ വിശ്വേട്ടന് ഹരം പകരാൻ ഒരാൾക്കൂട്ടം വേണമെന്ന് പലപ്പോഴും പറയാറില്ലേ? അതുപോലെ എന്റെ കഴുത്തിൽ നിന്ന് താലി വലിച്ചു പൊട്ടിക്കുമ്പോഴും 4-5 സാക്ഷികൾ വേണം. സാക്ഷികളെ വിളിക്കും, നിലവിളക്കും കത്തി, നിറപറയോ ഒരുക്കിക്കോ. കല്യാണ മണ്ഡപം വേണോ? അതും ഉണ്ടാക്കി തരാ ഞാൻ. അതിലും ഭേദം എന്നെ കൊല്ലുന്നതല്ലേ? അപ്പോ ആരോടും ചോദിക്കാതെ അഴിച്ചെടുത്തോടെ ഈ താലി. പണ്ടേ പറഞ്ഞിട്ടുള്ള ഈ സെന്റിമെന്റ്സും കണ്ണിലും കാട്ടി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന്. കൂടെ നിന്നൊരുത്തൻ എന്നെ പരിഹസിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോയി. വിശ്വംഭരന്റെ വീര്യം ഒരു പഴങ്കഥയാന്ന് പറഞ്ഞ് കാണാൻ വരെത്തിച്ചിരിക്കുക നാട്ടുകാർ. കൊല്ലും കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ആരെയും കൊല്ലുന്നില്ലോ എന്ന് കാണുന്നവരൊക്കെ പറഞ്ഞു തുടങ്ങി. കൊല്ലാത്തത് ഭരതന് ഇഷ്ടമായിട്ടല്ല, ഇന്നല്ലെങ്കിൽ നാളെ അവൻ കൂടെ വരുമെന്ന് കരുതിയിട്ടായിരുന്നു. ഇനി ആ പ്രതീക്ഷയില്ല. കൊല്ലാൻ പോയി ഞാൻ അവനെ. കൊല്ലുന്നത് എന്റെ കൂടെയുള്ള മന്ദബുദ്ധികളല്ല, ഒറിജിനൽ കില്ലേഴ്സ്. ഭാരതൻ നടുറോഡിൽ ചത്തു മരച്ച് കിടക്കുന്നുണ്ടെന്ന് ആദ്യം പറയുന്ന കൊട്ടേഷൻ സംഘത്തിന് 50 ലക്ഷം കൊടുക്കും ഞാൻ. 50 lakhs. അതിനു മുമ്പ് അവൻ അറിയണം ഭാനു, നിന്റെ താലിക്ക് എന്റെ ജീവന്റെ വിലയില്ലെന്ന്. ഒരിക്കൽ നെറ്റിയിലെ പൊട്ടം അഴിച്ചു കളഞ്ഞ്
ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വിധവയാക്കിയത് എന്നെ. ഈ താലി കൂടി പൊട്ടിച്ച് വീണ്ടും അത് ആവർത്തിക്കരുത്. താലി പൊട്ടിക്കുന്നത് നിന്നെ ഉപേക്ഷിക്കാനല്ല, ഭരതനൊരു നടുക്കം കൊടുക്കാനാ. നിന്നെ കൊല്ലാൻ എനിക്ക് അവന്റെ സമ്മതം വേണ്ടെന്ന് കഴുത്തിൽ താലി കാണാതിരിക്കുമ്പോ അവന് മനസ്സിലാവും. അറിഞ്ഞാൽ അത് അപകടമാണ് വിശ്വേട്ട. കൊടുങ്കാറ്റ് പോലെ അവൻ ഇങ്ങോട്ട് വരും. കൊടുങ്കാറ്റ്? പിന്നെ പിന്നെ ഇവിടെ എന്ത് സംഭവിക്കും? അരുത് അരുത് വിശ്വേട്ട. ഞാൻ നിങ്ങളുടെ ഭാര്യ, സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഒപ്പുണ്ടായിരുന്ന ഭാര്യ. ഇന്നോളം നിങ്ങളോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എപ്പോഴാവശ്യപ്പെടുന്നു? ഒരു ഭാര്യയുടെ അവകാശം, ഈ താലി. മരണം വരെ ഇതെന്റെ കഴുത്തിൽ വേണം. ഇത് നിങ്ങൾ പൊട്ടിക്കരുത്. അതല്ല, എന്റെ കഴുത്തിൽ ഈ താലി വേണ്ടെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആയിക്കോളൂ. പക്ഷേ ഞാൻ ജീവനോടെയുള്ളപ്പോ ഇത് പൊട്ടിക്കരുത്. എന്നെ കൊന്നിട്ടായിക്കോളൂ, കൊന്നോളൂ. ഒന്നുകിൽ പരസ്പരം ഏറ്റുമുട്ടി മരിക്കുക, അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് ചാകുക. രണ്ടായാലും നിനക്ക് മരണം നിശ്ചയം. എന്തായി? ഇനി അയാൾ നിന്റെ ചേട്ടനെ തൊടാൻ ധൈര്യപ്പെടില്ല. അയാൾ എന്താ ചെയ്തേ? മുഖോടച്ചൊന്ന് കൊടുത്തുക. ചോര വന്നോ? ഇനി അയാൾ എന്റെ ഏട്ടനെ കാണുമ്പോ ഭരതേട്ടന്റെ അടി ഓർമ്മിക്കുമല്ലേ? ഓർമ്മിക്കും. അതിനു പകരം എന്റെ ഈ സ്നേഹ സമ്മാനം. അമ്മ ഉണ്ടായിരുന്നില്ല എവിടെ? ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ മുഖത്ത് ചോര പൊടിഞ്ഞപ്പോ അവർക്ക് വേദനിച്ചില്ലേ? നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? അറിയാനുള്ള കൊതി കൊണ്ടാ ഭരതേട്ട. അമ്മയുടെ മനസ്സ് നിശ്ചയമായിട്ടും വേദനിച്ചിട്ടുണ്ടാവും. എന്റെ ഏട്ടത്തിയമ്മയുടെ മനസ്സ് വേദനിച്ചതുപോലെ അല്ലേ? ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഇഷ്ടമാണോ എന്നെ? എന്താ സംശയം? ഞാൻ പറഞ്ഞ എന്ത് വേണമെങ്കിലും ചെയ്യോ ഭരതേട്ടൻ? ചെയ്യും. പിന്നെന്താ വിശ്വംഭരനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? ഇനി എന്നോട് ആരെയും കൊല്ലാൻ പറയരുത് അച്യുതി. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ വിശ്വംഭരൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ഭരതേട്ടനെ അനുവദിക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഭരതേട്ടൻ വെറുതെ ഇരുന്നിട്ടും ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുന്നത്. കൂടെ ഞാൻ ചെല്ലില്ല എന്ന് ഉറപ്പായ പിന്നെ മുതലാളി ഉപദ്രവിക്കാനായിട്ട് വരില്ല. മയക്കുമരുന്ന് കേസിൽ തലനാരിഴയുടെ ഭാഗ്യം കൊണ്ടാ ഭരതേട്ടൻ രക്ഷപ്പെട്ടത്. മഹേന്ദ്ര സാർ സഹായിക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു. അറിയാലോ? അതിനാദ്യം നന്ദി പറയേണ്ടത് അമ്മയോടാ. മുതലാളി അറിയാതെ മഹേന്ദ്രൻ സാറിനെ കണ്ടത് അമ്മയല്ലേ ശ്രുതി? പിറക്കാതെ പോയ മകനെ സംരക്ഷിക്കേണ്ടത് അമ്മയുടെ കടമയല്ലേ ഭരതേട്ട? വെറുതെ നന്ദി പറഞ്ഞാൽ മാത്രം രക്ഷിച്ചതിന് പകരമാവില്ല.
പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഭരതേട്ടനല്ല, ഈ ഞാനല്ലേ. അമ്മ എനിക്ക് തിരിച്ചു തന്നത് ഭരതേട്ടനോടൊപ്പം ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാനുള്ള ലൈസൻസ് അല്ലേ. അതിന് അമ്മയ്ക്ക് എന്തു കൊടുത്താലാ പകരമാവുക? ഒന്നും കൊടുക്കണ്ട അശ്വതി. നിന്റെ ഈ സ്നേഹം എന്നും ഉണ്ടായിരുന്നാ മതി. അത് മാത്രമേ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. ആഗ്രഹിക്കുന്നില്ലെങ്കിലും സമ്മാനം അറിഞ്ഞു കൊടുക്കണം ഭരതേട്ട. ഞാനത് കരുതി വെച്ചിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന ഒരു സമ്മാനം. സമ്മാനം കാണുമ്പോൾ ഞെട്ടുകയാണ് വേണ്ടത്, സന്തോഷിക്കണം. നിന്നെ എപ്പോഴും ഓർക്കണം, എന്റെ മനസ്സ് മാറ്റിയ മാലാഖയായിട്ട്. മനസ്സ് മാറ്റിയ മാലാഖ ഏതോ പൈങ്കിളി നോവലിന്റെ പേര് പോലെ ഉണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭരതേട്ടൻ എവിടുന്നാ പഠിച്ചത്? അത്ഭുതമായിരിക്കുന്നല്ലോ. ആരും പഠിപ്പിച്ചതൊന്നുമല്ല. നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുമ്പോ നാവില് നല്ലതേ വരൂ. നീയും അമ്മയും ചേർന്ന എന്റെ ജീവിതം ഇത്രയും പ്രിയപ്പെട്ടതാക്കിയ. അപ്പോഴും ക്രെഡിറ്റ് അശ്വതിക്ക് മാത്രം തരില്ല അല്ലേ? ഒരമ്മയുടെ സ്നേഹം വേണ്ട സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. ആ സ്നേഹം 100 ഇരട്ടിയായിട്ട് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് അശ്വതി. അമ്മയെ കാണുമ്പോൾ ഞാൻ ആ പഴയ കൈക്കുഞ്ഞ് തന്നെയാ ഇപ്പോഴും. ഓഹോ, അങ്ങനെയാണോ? എന്നാ അമ്മ ഇനി ഇവിടെ വരുമ്പോ ഞാൻ പറയും, ഈ കൈക്കുഞ്ഞിനെ താരാട്ടുപാടി ഓർക്കാൻ. എന്താ അശ്വതി, അസൂയ തോന്നുന്നുണ്ടോ? അസൂയല്ല, കൗതുകോ. ഇങ്ങനെ ഒരു അമ്മയും മകനെയും ആരും കണ്ടിട്ടുണ്ടാവില്ല. നിനക്കും അമ്മയില്ലാത്തതല്ലേ? വേണമെങ്കിൽ ഈ അമ്മയെ നീ അങ്ങെടുത്തോ. എന്നിട്ട് വേണം വിശ്വംഭരൻ മുതലാളി വന്ന് എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കാൻ. ഏയ്, നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ ഇനി മുതലാളിയുടെ പേര് പറയരുത്. അതെന്താ, പേടിയാണോ? പേടിയോ? എനിക്കോ? അതെന്താണെന്ന് ഇന്ന് വരെ എനിക്ക് അറിയില്ല അശ്വതി. പിന്നെന്താ അയാളുടെ പേര് പറഞ്ഞാൽ? അത് പഴയതൊക്കെ ഞാൻ ഓർത്തുപോകും. പഴയതൊക്കെ അത്ര വേഗം മറക്കാൻ പറ്റില്ല. വിശ്വംഭരനെ കാണുമ്പോൾ മാത്രമല്ല, എന്നെ കാണുമ്പോഴും ഭരതേട്ടൻ അറിയാതെ ഓർമ്മിച്ചു പോകും ചെയ്ത ക്രൂരതകളൊക്കെ. മറക്കാൻ പറ്റുമോ? മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഭരതേട്ടന്റെ കാല് പിടിച്ച് നെഞ്ചുരുക്കി കരഞ്ഞ ആ രാത്രി. അശ്വതി, അതിനേക്കാൾ ക്രൂരമായി ഒരു പെണ്ണിനെ മറ്റാർക്കെങ്കിലും ശിക്ഷിക്കാൻ പറ്റുമോ? കാൽച്ചുവട്ടിലുള്ളത് ഒരു മനുഷ്യജീവിയാണെന്ന കാര്യം പോലും ആ രാത്രി നിങ്ങൾ മറന്നുപോയി. അശ്വതി, എല്ലാം മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. അത് പറയാനല്ലല്ലോ ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നത്, കൊല്ലാനല്ലേ. അമ്മയ്ക്ക് മകന്റെ ശവം കൺകുളിർക്കെ കാട്ടിക്കൊടുത്ത് ഞെട്ടിക്കാനല്ലേ. സമയവും സാഹചര്യവും ഒത്തുവരുമ്പോ കയ്യകലത്തിൽ നിന്നെ കിട്ടിയാ മതി അന്ന് കൊടുക്കും നിന്റെ അമ്മയ്ക്ക് ആ അമൂല്യമായ സമ്മാനം. എന്താ ഇന്നെങ്ങും പോയില്ലേ? ഇല്ല. അതെന്താ? ഈ നാട്ടിലെങ്ങും എനിക്കൊരു ജോലി കിട്ടില്ല. വിഷമിക്കണ്ട, ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ആരോട് പറഞ്ഞാലും പ്രയോജനം ഉണ്ടാവില്ല. എല്ലാവർക്കും എന്നെ പേടിയാ. ഒക്കെ ശരിയാവും. ഈശ്വരന് അറിയാലോ നീ ഇപ്പൊ നല്ലവനായിന്ന്. ഈശ്വരന് മാത്രമല്ല, എനിക്കും അറിയാം ഭരതേട്ടൻ ഇപ്പോ ഒരു നല്ല കുട്ടിയാന്ന്. പക്ഷെ എന്താ കാര്യം? അമ്മയും ഞാനും മാത്രം മനസ്സിലാക്കിയാ പോരല്ലോ. നീ പറഞ്ഞത് ശരിയാ മോളെ. 8 വർഷം മുൻപ് ഇവൻ ആരായിരുന്നുവെന്ന്
ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതാ പ്രശ്നം. അമ്മ വരൂ. അമ്പലത്തിൽ നേദിച്ച പ്രസാദ മോളെ. ദാ അതിന് ഇന്നത്തെ വിശേഷം? എപ്പോഴും നീ ഇങ്ങനെ വേണ്ടതൊന്നും ഓർക്കില്ല, വേണ്ടാത്തതൊക്കെ ഓർക്കുകയും ചെയ്യും. ഏഴ് വയസ്സുള്ളപ്പോഴാ ഇവന് വാസന്തിക്ക് കിട്ടിയത്. അതൊരു പാതിരായ്ക്ക്. പിറ്റേ ദിവസം ഇവന്റെ പിറന്നാളായി. എല്ലാ വർഷവും വാസന്തി അത് ആഘോഷിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഞാനിവിടെ ഉള്ളപ്പോ അമ്മയോ അത് ആഘോഷിക്കാറുണ്ടായിരുന്നല്ലോ. നീ ജയിലിലേക്ക് പോയിട്ടും നേർച്ചകളൊന്നും ഞാൻ മുടക്കിയിട്ടില്ല. ദാ മോളെ. അമ്മ എന്നോട് ക്ഷമിക്കണം, ദേഷ്യം തോന്നരുത്. എന്താ മോളെ? ഇനി വിശ്വംഭരൻ മുതലാളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരാഹാരവും ഞാൻ ഭരതേട്ടന് കൊടുക്കില്ല. അശ്വതി, നീ എന്താ ഈ പറയുന്നത്? ഭരതേട്ടൻ ഇതിൽ ഇടപെടണ്ട. മോളെ, നീ പറയുന്നത് ശരിയാ. പക്ഷേ ഇത് അമ്പലത്തിൽ നേദിച്ച പായസല്ലേ? നേദിച്ചത് അമ്പലത്തിലാണെങ്കിലും കൊണ്ടുവന്നത് നിങ്ങളല്ലേ. എങ്ങനെ വിശ്വസിക്കും അതിലാരും വിഷം ചേർത്തിട്ടില്ലെന്ന്? ഞാനതിന് അമ്മയ്ക്ക് വിഷമം തോന്നിയാലും ഞാൻ ഇനി ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല. ഭരതേട്ടന് അമ്മ ഒരാഹാരവും കൊണ്ടുവരരുത്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെയാ അമ്മ ഇപ്പൊ താമസിക്കുന്നത്. എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാ എന്റെ ഭരതേട്ടന്റെ ജീവൻ. നീ എന്തൊക്കെയാ അശ്വതി ഈ പറയുന്നേ? നിനക്കറിയില്ല അമ്മയെ പറ്റി? അറിയാം, എന്നാലും വേണ്ട ഭരതേട്ട. ഇനി ഭരതേട്ടൻ കേൾക്കേണ്ടത് അമ്മ പറയുന്നതല്ല, ഞാൻ പറയുന്നതാ. ഒരു ഭാര്യയുടെ അവകാശം അത്. എന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വഴക്കു കൂടണ്ട. അശ്വതി പറയുന്നതാ ശരി. ഇനി അവള് പറയുന്നതാ നീ കേൾക്കേണ്ടത്. അമ്മേ, ഞാൻ വഴക്കിട്ട് പോകുന്നതല്ല. നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയല്ലോ. ഇപ്പൊ കൂടുതൽ സന്തോഷായി. ഇനി നിനക്കൊരാപത്തും വരില്ല. ഇവളുണ്ടല്ലോ കൂടെ. നീ അമ്മയോട് അങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ല. ആരോടായാലും പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. ആരറിഞ്ഞു വിശ്വംഭരൻ പായസത്തിൽ വിഷം ചേർത്തിട്ടില്ലെന്ന്? അയാൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. സൂക്ഷിക്കണം. ഇപ്പൊ അയാൾ വല്ലാതെ വയലന്റ് ആയിട്ടുണ്ടാവും. അവിടെ പോയി തല്ലിട്ട് വന്നതല്ലേ. നിന്റെ ഒരു കാര്യം. ഹാ, ഇത്ര വേഗം തിരിച്ചു വന്നോ? എന്തു പറ്റി? എന്താ, ഞാൻ തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്നോ നിങ്ങൾ? അങ്ങനെ തന്നെ കരുതിയിരുന്നത്. പക്ഷെ കണക്കൂട്ടിയ ചെറിയൊരു പിഴവ് എനിക്കെവിടെയോ തെറ്റി വന്നു. മനസ്സിലായില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെ നമ്മളൊന്ന് വിചാരിക്കും ഈശ്വരൻ വേറെ ചിലത് ചെയ്ത് നമ്മളെ കളിക്കും. ആട്ടെ, ഭരതനെ കണ്ടോടെ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഞാൻ എങ്ങോട്ടാ പോയതെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു അല്ലേ? യെസ്, അതെ. നിങ്ങൾ തടഞ്ഞാലും ഞാൻ ഭരതനെ കാണാൻ പോകുമെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ പിഴവൊന്നും പറ്റിയിട്ടില്ല. പിഴവ് പറ്റിയത് നീ ഉദ്ദേശിച്ച രീതിയിലല്ല. എനിക്കറിയാലോ ആ വീടുമായിട്ട് നിനക്കൊരു ആത്മബന്ധം തന്നെ ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ നീ ഭരതനെ കാണാൻ പോവാന്ന് അറിഞ്ഞിട്ടും ഞാൻ തടയാതിരുന്നത്. നിങ്ങൾ എനിക്ക് ഭിക്ഷയായി തന്ന കാരുണ്യത്തിന്റെ ഒരു അംശം. അത് ഭിക്ഷയല്ല ബാനു, പ്രസാദോ. ഓഹോ, അപ്പൊ പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. നീ ഉദ്ദേശിച്ച് ഭരതന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിന്റെ കാര്യമാണെങ്കിൽ ഓർമ്മയുണ്ട്. 7 വയസ്സിലല്ലേ ഭരതനെ കിട്ടിയത്. അതേ ദിവസമാണ് വാസന്തി അവന്റെ ജന്മദിനമായിട്ട് ആഘോഷിച്ചിരുന്നത്. അത് നീയും ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിലൊരു ഉദയാസ്തമന പൂജ, പിന്നെ ഒരു നെയ്പായസം. അവന്റെ ദീർഘായുസിന് വേണ്ടി അല്ലേ? അതെ. ഇന്നും നീ അത് ആഘോഷിച്ചു. അതെ, ആഘോഷിച്ചു. കൂട്ടത്തിൽ എന്റെ കാര്യവും ദേവിയോട് പറഞ്ഞോ നീ? ഭരതനെ പോലെ മനസ്സു മാറി
വിശ്വേട്ടന് നല്ല വഴിക്ക് വന്നിരുന്നെങ്കിൽ ഞാനൊരു പടിപ്രദക്ഷിണം നടത്തിയേനെ. അതുകൊണ്ടൊന്നും എന്റെ പാവങ്ങൾ തീരില്ല ഭാനുമതി. പിന്നെ തൽക്കാലം മനസ്സ് മാറി നല്ലവനാവാൻ എനിക്ക് ഉദ്ദേശവും. അല്ല, കഥകൾ മുഴുവൻ പറഞ്ഞില്ല. ഭരതനെ അശ്വതിയും കണ്ടില്ലേ നീ? കണ്ടു. സ്പെഷ്യലായി നയിച്ചുകൊണ്ട നെയ്പായസം അവർക്ക് കൊടുത്തില്ലേ? ഇല്ല. അതെന്താ? അതെന്താണെന്ന് ഊഹിച്ചുകൂടെ നിങ്ങൾക്ക്? ഊഹിച്ചു, പക്ഷെ കിട്ടുന്നില്ല. ഭരതനെ കൊല്ലാൻ കാത്തിരിക്കുകയല്ലേ നിങ്ങൾ? ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആഹാരം വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുമോ അവന്? പറ്റില്ല. പക്ഷേ ഇത് വീട്ടിലുണ്ടാക്കിയതല്ലോ, ക്ഷേത്രത്തിൽ നിയന്ത്രിച്ചതല്ലേ. അല്ല, വിശ്വസിച്ച് ആഹാരം കൊടുക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? ഭരതനാണോ? അല്ല, അശ്വതി. മിടിക്കവള് എന്റെ മനസ്സ് വായിച്ചത് കണ്ടില്ലേ? അശ്വതി സംശയിച്ച ശരിയാ ഭാനുമതി. ഈ പായസത്തിൽ ഞാൻ സൈനൈഡ് കലക്കിയിട്ടുണ്ട്. അശ്വതി സംശയിച്ച ശരിയാ ഭാനുമതി. ഈ പായസത്തിൽ ഞാൻ സൈനൈഡ് കലക്കിയിട്ടുണ്ട്. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? പായസത്തിൽ നിങ്ങള് പറയേ, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്? പായസത്തിൽ നിങ്ങൾ സൈനൈഡ് ചേർത്തുന്ന? അതെ, ചീപ്പായ ഒരു നമ്പറാ. എന്നാലും ചിലപ്പോ ഒത്തു കിട്ടിയാലോ 3 ശവങ്ങള്. അവന്റെ, അശ്വതിയുടെ, പിന്നെ നിന്റെ. ഒറ്റയടിക്ക് 3 ശത്രുക്കൾ. നിങ്ങൾ മനുഷ്യരാണോന്നല്ലേ ചോദിക്കാൻ വന്നത്? അല്ല, മനുഷ്യനെ അല്ല. അശ്വതി തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പായസം ഭരതന് കൊടുക്കുമായിരുന്നല്ലോ. അത് കഴിച്ചവൻ മരിക്കുമായിരുന്നു. അമ്മ മകന് വിഷം കൊടുത്ത് കൊന്ന കഥ ചാനലുകളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു. നിനക്കും സെൻസേഷനായിട്ട് അഭിനയിക്കായിരുന്നു. ഈ കണ്ണീർ കഥ ഒക്കെ തൊലച്ചില്ലേ നീ? ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ ഭാനുമതി? ആ, സാരമില്ല. അവന്റെ ആയുസ് ഒരു ദിവസം കൂടി നീട്ടിക്കിട്ടിയെന്ന് കരുതിയാൽ മതി. നമസ്കാരം. നമസ്കാരം. എനിക്ക് ഇവിടെ ഒരു ജോലി തരാമോ? എന്താ എന്താ പറഞ്ഞ? ജോലിയോ? നിനക്കോ? അതെ, എന്ത് ജോലിയായാലും മതി. അപ്പോ ഇപ്പോഴുള്ള ജോലിയോ? ഇപ്പോ ജോലിയൊന്നുമില്ല. പഴയ പണി ചെയ്താ പോരെ ഭരത? ഇപ്പോ കൊട്ടേഷൻകാർക്ക് ചാകരയില്ല. മുതലാളി ചൂണ്ടിക്കാണിക്കുന്നവരെ മാത്രം കൊന്ന ചോദിക്കുന്ന കാശ് കിട്ടില്ല. പിന്നെന്തിനാ വേറൊരു ജോലി? അതുപോലെയുള്ള ജോലി ഇനി ഞാൻ ചെയ്യില്ല. ഒരാളെ ഉപദ്രവിക്കില്ല. മനസ്സമാധാനത്തോടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് വേണം വിശ്വംഭരൻ മുതലാളി വന്ന് എന്റെ ഈ കമ്പനി മുഴുവൻ അടിച്ചു പൊളിക്കാൻ. ബുദ്ധിമുട്ടിക്കില്ല ഭരത. കാല് പിടിക്കാൻ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഈശ്വര, രക്ഷപ്പെട്ടു. എന്താ വിജയേട്ടാ? എനിക്കൊരു സഹായം വേണം. പറഞ്ഞോളൂ വിജയേട്ടാ. വിജയേട്ടന് എന്ത് സഹായമാണ് വേണ്ടത്? ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്തു തരുമോ നീ? എന്തിനാ മടിക്കുന്നത്? ചോദിച്ചോളൂ. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. എന്താ വേണ്ടത്? നിന്നെ കൊണ്ട് കഴിയും. മടിക്കാതെ പറഞ്ഞോളൂ. ഒരാളെ കൊല്ലാനുണ്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സൗപർണിക വിജയ്.
ഒരുപാട് തവണ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്, വ്യത്യസ്ത കഥാപാത്രങ്ങളുമായിട്ട്. അന്നൊക്കെ എല്ലാവരും എന്നോടൊപ്പം കരയുകയും ചിരിക്കുകയും കൂട്ടുകൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കഥാപാത്രമായിട്ടല്ല, നല്ലൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ ഇവിടെ ജയകൃഷ്ണന്റെ മുറപ്പെണ്ണായി യമുനയുണ്ട്, അവളെ കാണണ്ടേ? ഹലോ സോണിക, വാ. ഹായ്. യമുന എന്ന കഥാപാത്രത്തെ കുറിച്ച് പ്രേക്ഷകരോടൊന്ന് പറയൂ. അതിനെന്താ പറയാലോ, പറഞ്ഞോളൂ. അങ്ങനെ പറയാനാണെങ്കിൽ അപൂർവമായ അവസരങ്ങളിലെ ഇതുപോലെയുള്ള ശക്തമായ കഥാപാത്രങ്ങള് നമുക്ക് എല്ലാവർക്കും അങ്ങനെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. യമുന പ്രേക്ഷകരെ ചിരിപ്പിക്കും, ദേഷ്യപ്പെടുത്തും, ചിലപ്പോ പൊട്ടിക്കരയിപ്പിച്ചെന്നും വരും. അപ്പോ ഞങ്ങളുടെ ചേർന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്, കാണാൻ മറക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, മായ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന്. അമ്മായിക്കും അക്കാര്യം അറിയായിരുന്നു. എന്നിട്ട് നീ എന്തിനാ കെട്ടിയൊരുങ്ങി കാവിലേക്ക് പോയത്? അത് നിങ്ങളുടെ മുഖം മൂടി പിച്ച് ചീന്താൻ, എന്നെ പ്രലോഭിപ്പിച്ച് വശത്താക്കിയിട്ട് മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയെന്ന് കല്യാണം കൂടാൻ വന്നവരെ മുഴുവൻ അറിയിക്കാൻ. നീ എന്നോട് പകവിട്ട് കാണും. അമ്മ പലവട്ടം ചോദിച്ചതാ, കാവില് നിങ്ങൾ വരാതിരുന്നാലോന്ന്. വരുമെന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുമ്പോഴും എനിക്കറിയായിരുന്നു നിങ്ങൾ ഒരിക്കലും അവിടെ വരില്ലെന്ന്. മായ എന്നൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ് എന്റെ മനസ്സ് തളർത്തിയ നിങ്ങൾ ആര് നിർബന്ധിച്ചാലും എന്റെ കഴുത്തിൽ താലി കെട്ടാൻ വരില്ലെന്ന് അന്ന് എനിക്കറിയായിരുന്നു. എല്ലാവരും കരഞ്ഞപ്പോ ഉള്ളിൽ പൂത്തിരി കത്തിച്ചതുപോലെ ചിരിക്കായിരുന്നു ഞാൻ. എന്നാലും നടുക്ക് അഭിനയിക്കണ്ടേ, അമ്മയോടൊപ്പം വെറുതെ ഒന്ന് കരയണ്ടേ, നാട്ടുകാരെ കൊണ്ട് പാവം പെണ്ണെന്ന് പറയിപ്പിക്കണ്ടേ. ഒക്കെ ഞാൻ ചെയ്തത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇനി നിങ്ങൾക്കൊരിക്കലും മായയുടെ കഴുത്തിൽ താലി ചാർത്തി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. എന്നെ എപ്പോ കണ്ടാലും ജയേട്ടാന്ന് വിളിച്ച് ഓടി വരുമായിരുന്നു നീ. അവസാനം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാ വിളിച്ചത്. പക്ഷേ ഇപ്പോ ജയേട്ടാന്ന് ഒരു തവണ പോലും വിളിച്ചില്ല. അതിന്റെ അർത്ഥം മനസ്സുകൊണ്ട് നമ്മൾ അകന്നു കഴിഞ്ഞു എന്നല്ലേ? ആര് പറഞ്ഞാലും ജയേട്ടൻ കേൾക്കില്ല. ഞാൻ കണ്ടതാ മനസ്സ്, അവിടെ മായ മാത്രമേ ഉള്ളൂ, ഞാനില്ല. മോള് പറ, ഈ അമ്മ എന്താ ചെയ്യേണ്ടത്? ജയേട്ടന്റെ മനസ്സിൽ നിന്ന് മായ ഇറങ്ങിപ്പോയാലേ എന്റെ കല്യാണം നടക്കൂ. അതത്ര എളുപ്പമല്ല. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ ജയേട്ടന് മറക്കാൻ പറ്റില്ലല്ലോ അവളെ. അപ്പൊ ശേഷിക്കുന്നത് ഒരേ ഒരു വഴി മാത്രം, കൊല്ലണം ഞാൻ അവളെ. ഭ്രാന്ത് പറയല്ലേ മോളെ? ഭ്രാന്തല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. ജയേട്ടന് എനിക്ക് കിട്ടണമെങ്കിൽ മായ ജീവനോടെ ഉണ്ടായിക്കൂടാ. എന്നിട്ടെന്താ, ഞാൻ ആഗ്രഹിച്ചത് നടക്കില്ലേ? ജയേട്ടൻ എന്റേത് മാത്രമാവില്ലേ? ഞങ്ങൾ ഒന്നിച്ച് അമ്മയുടെ കാൽക്കൽ വീണ അനുഗ്രഹം വാങ്ങില്ലേ? ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം, ആരാന്ന് പറയില്ല, കണ്ടോളൂ. നമസ്കാരം, ഞാൻ സംഗീത രാജേന്ദ്രൻ. കണ്ണി ചോരയില്ലാത്തൊരു നാത്തൂന്റെ റോളാ. നിങ്ങളിൽ പലരെ അത് ചൊടിപ്പിച്ചെന്ന് വരും, എന്നാലും ഞാനത് സഹിച്ചു. കാരണം ഇതിലെ ശോഭ എന്ന കഥാപാത്രം എനിക്ക് വളരെ പ്രിയങ്കരം. ഒറ്റവും പുറത്തിറങ്ങിയെന്ന് കേട്ടു. വരാറുണ്ടോ ഇതിന്റെ അടുത്ത്? ആ പഴയ ഫ്ലാഷ് ബാക്കും പറഞ്ഞ്. ആ ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനൊരു കഥ കൂടിയുണ്ട്. പറഞ്ഞു തന്നാ പെട്ടെന്ന് മനസ്സിലാവില്ല, അതാ കാണിച്ചു തന്നത്. ഇതിന് ഞാൻ നിന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും. അച്ഛൻ പറയുന്നത് ഇത്രയും നാളെ അമ്മയാണ് ഈ വീട് ഭരിച്ചിരുന്നെന്നല്ലേ? സത്യം തന്നെയാ. അതുകൊണ്ടാ ഞങ്ങൾ അല്ലല്ലറിയാതെ വളർന്നു വന്നത്. കണ്ടില്ലേ, കൂടുതൽ സ്നേഹവും സ്വാതന്ത്ര്യം കൊടുത്ത് വലുതാക്കിയ മകന്റെ വിശ്വരൂപം. അമ്മ പണ്ടേ പറഞ്ഞിട്ടില്ലേ ജയേട്ടനെ വളർത്തി വഷളാക്കരുതെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന പരിഹസിക്കുന്നവരുടെ നാവിന് മൂർച്ച കൂടും. ആളുകൾ എന്തു വേണേലും പറഞ്ഞോട്ടെ, നമുക്ക് അവരെ തടയാൻ പറ്റുമോ? ജയേട്ടനെ കൊണ്ട് തന്നെ യമുനേട്ടത്തിയുടെ കഴുത്തി താലി കെട്ടിച്ച ഉണ്ടായ നാണക്കേട് ഇല്ലാണ്ടാവും. കല്യാണം ആർഭാടമായിട്ട് നടത്തിയേ മതി. അസലായിട്ടുണ്ട് അഭിനയം. പക്ഷേ സത്യം അധികം നാൾ മൂടി വെക്കാൻ പറ്റില്ല. ഈ കല്യാണം നടക്കാതിരുന്നത് ചേട്ടൻ മായ എന്ന ഒരു അലവലാതി പെണ്ണിനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ? മായ ഇഷ്ടമാണെന്ന് യമുനേട്ടത്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ടും എന്തിനാ യമുന അണിഞ്ഞൊരുങ്ങി കാവിലേക്ക് പോയത്?
ഇതുപോലെയൊക്കെ സംഭവിക്കുന്ന അവൾക്ക് മനസ്സിലായിട്ടും. എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്വന്തം മനസാക്ഷിയെ പോലെ ഏട്ടന് വിശ്വസിപ്പിക്കാനാവില്ല. യമുനയുടെ കല്യാണം കഴിക്കാന്ന് പറയുന്നതുവരെ ഏട്ടന് വീട്ടിൽ കയറ്റണ്ട. ഇന്നത്തെ ബാങ്കിൽ പോയില്ലേ? ആ, ലീവ് എടുത്തു. എന്തിനാ ലീവ് എടുത്തേ? അമ്മ എവിടെ പോയി? എന്തിനാ? അമ്മ എവിടെയെന്ന്? മുറിയിലുണ്ട്. എന്തിനാണാവോ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് അമ്മയെ കാണാൻ വന്നത്? തീരുമാനിച്ചോ യമുനയുടെ തന്നെ കല്യാണം കഴിക്കാൻ? എന്താ അശ്വതിയുടെ കാര്യം മറന്നുവെന്നോ? മറക്കാനോ? അതും അശ്വതിയെ. അശ്വതി ഭരതനെ കല്യാണം കഴിച്ച ആദ്യ രാത്രി നമ്മളൊക്കെ പേടിച്ചിരുന്നില്ലേ? പാലിൽ അശ്വതി വിഷം കലർത്തിയിട്ടുണ്ടാവൂന്ന്. ഒന്നും സംഭവിച്ചില്ല. സൗവർണിക അങ്ങോട്ട് മാറി നിന്നേ. ഇനി ഞാനൊന്ന് പറയട്ടെ. ഞാൻ സുമി സന്തോഷ്, ഇപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട അശ്വതി. ഓരോ പെണ്ണിനും നീതി കിട്ടാനായി ഞാൻ പൊരുതുകയാ. ഒരിക്കൽ നശിപ്പിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചാൽ അത് നീതിയാവൂ? അല്ലെന്നേ ഞാൻ പറയൂ. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയാതെ തന്നെ അറിയിച്ചുകൊണ്ട് നിങ്ങൾ പോണം. ശപിക്കപ്പെട്ട ആ രാത്രി കാണാൻ. അവിടെ നെഞ്ചു കയറി പുഴുവിനെ പോലെ നിലത്തെളിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? നിങ്ങൾ കാല് തല്ലി ഒടിച്ച വിജയേട്ടൻ. തൊട്ടടുത്ത് ഞാൻ ഒരേട്ടനും കാണരുതെന്ന് പ്രാർത്ഥിച്ചു പോകുന്ന രൂപത്തിൽ. ഇത് വേദനയല്ല, നീറ്റില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനസ്സിന്റെ നൊമ്പരം. ആര് പറഞ്ഞാലും ഇനി അശ്വതി കേൾക്കില്ലേട്ടാ. എന്റെ മനസ്സതിന് സമ്മതം മൂളിക്കഴിഞ്ഞു. അപ്പോ ഈ കല്യാണം നടക്കും? നടക്കും. പോകാൻ തീരുമാനിച്ചെങ്കിൽ പൊക്കൂടെ? എന്നോട് ചോദിക്കുന്ന എന്തിനാ? ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ ഈ രാത്രി എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതെന്താ? നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോ പഴയ രാത്രി ഓർമ്മ വരും. അവകാശം ആരും തന്നതല്ല, ബലമായി പിടിച്ചു വാങ്ങിയതാ. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ. ഈ കല്യാണം ഭരതനു വേണ്ടി ഞാനൊരുക്കിയ സ്നേഹക്കെണിയ. നിങ്ങളെ ഭരതൻ കൊല്ലും, ഭരതനെ ഞാനും. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ മുഴുവൻ ഇതിലുണ്ട്. ഇനി നീ വീട്ടിലേക്ക് തിരിച്ചു വരരുത്, എന്തു തന്നെ വന്നാലും. ഇനി അങ്ങനെ വിളിക്കരുത്. നമ്മൾ തമ്മിൽ അതുപോലൊരു ബന്ധമില്ല. ഒരു കാരണം ഉണ്ടാക്കി എന്നെ കാണാൻ വന്നതായിട്ടൻ. പൊയ്ക്കോട്ടെ, വിളിക്കണ്ട. എല്ലാവരും ചോദിക്കുക, കാണേണ്ട ആളെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. ആരാ ഈ കാണേണ്ടയാൾ? ഞാൻ മരിച്ചു കഴിഞ്ഞു അല്ലേ? അതെ. എന്നാൽ ഇനി ഇതവിടെ വേണ്ട. അമ്മ, ഈ വിളി കേൾക്കാനാ നീണ്ട 8 വർഷം ഞാൻ കാത്തിരുന്നത്. പണ്ടും മനസ്സുകൊണ്ട് ഞാൻ 1000 വട്ടം വിളിച്ചിട്ടുണ്ടല്ലോ അമ്മയെന്ന്. പക്ഷേ ഇപ്പോഴാ വിളിക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടിയത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അവനെ അവന്റെ വഴിക്ക് വിട്ടേക്ക് വിശ്വേട്ടാ. ഇത്രയും കാലം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? പറയുന്നതൊക്കെ ചെയ്തിട്ടില്ലേ? ഇപ്പോഴവൻ ആവശ്യപ്പെടുന്നത് അവന്റെ ജീവിതമല്ലേ? കൊടുത്തുകൂടെ? ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അശ്വതി ഭരതന്റെ പെണ്ണ. ഇനി അവളുടെ നിഴലിൽ പോലും ചവിട്ടാനാവില്ല നിങ്ങൾക്ക്. വിശ്വേട്ടൻ എത്ര ശ്രമിച്ചാലും അവനെ കൂടെ ചേർക്കാൻ പറ്റില്ല. ഇനി അവൻ പഴയ ഭരതനായി തിരിച്ചു വരില്ല. ഇപ്പൊ എനിക്ക് അവന്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലൊരു മനുഷ്യന്റെ പിടിയിൽ നിന്ന് എങ്ങനെയാ ഭരതനെ രക്ഷിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ ആരാ ബാക്കി ഉണ്ടാവുന്നതെന്നും തീർച്ചയില്ല. അത് വിധി തീരുമാനിക്കട്ടെ. കഥ തുടങ്ങിയതേ ഉള്ളൂ. പേടിച്ച് പേടിച്ച് നമ്മളൊക്കെ കാത്തിരുന്നിട്ട് ഒടുവിൽ ഭരതൻ വന്നു. എന്റെ അമ്മേ, കൊല്ലും വെട്ടും കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ജയിലിലേക്ക് പോയ ആളെ തിരിച്ചു വന്നത് സത്യാണോ?
ഇത്രയും ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാനസാന്തരം വരുമോ? എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഭരതനോട് തന്നെ ചോദിക്കാം. ഭരതേട്ടാ, എന്താ സൗവർണികത്? എന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയാണോ? നിങ്ങൾക്കറിയാലോ, പണ്ടേ ഞാനൊരു പാവ. ആ വിശ്വംഭരനാ എന്നെ കൊണ്ട് ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്യിച്ചത്. അവസാനം മാനസാന്തരം വന്ന് ഞാനൊന്ന് നന്നാവാന്നും കല്യാണം കഴിച്ച് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോ ആരും അത് സമ്മതിക്കത്തില്ല എന്ന് വെച്ചാ ഞാനെന്ത് ചെയ്യാനാ? ഇനിയും എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോന്ന്. അതാ എന്റെ പേടി. നിങ്ങൾ കാത്തിരുന്ന് കാണുക. മരിക്കാൻ എനിക്ക് പേടിയില്ല, ജീവിക്കാനല്ലേ പേടി വേണ്ടത്. ഇത്രയും കാലം നാടും നാട്ടാരും വെറുക്കുന്ന ഒരു അസുരനായിരുന്നു ഞാൻ. ഒരു ദിവസമെങ്കിലും മനുഷ്യനായിട്ട് ജീവിച്ചോട്ടെ. എനിക്കറിയാടോ, ഇതൊക്കെ നിന്റെ നാടകമാണെന്ന്. വിഷം ചീറ്റുന്ന രാജവെമ്പാലയാണ് നീ ഇപ്പോഴും. അശ്വതി, അശ്വതി, നിന്നെ കാണാൻ വേണ്ടിയാ ഞാനന്ന് വീട്ടിലേക്ക് വന്ന. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള സാവകാശം വിജയേട്ടൻ തന്നില്ല. നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുണ്ടായിരുന്നത്? അതിപ്പോ പെട്ടെന്ന് ഞാൻ അന്നെല്ലാം ചെയ്തത് പെട്ടെന്നല്ലേ? ഏട്ടന്റെ കാല് തല്ലി ഒടിച്ച് ഒരു പെണ്ണിന്റെ മാനം കവർന്നെടുത്തു അവളെ കരയിച്ചിട്ട് പോയി നിങ്ങൾ എന്ത് പറയാനാ വീട്ടിൽ വന്നത്? അന്ന് മുതലാളി പറഞ്ഞപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾ പെണ്ണിന്റെ മാനത്തിന് വില പറയരുതായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ദുരന്തത്തിന്റെ ആഴം വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. മനസ്സുകൊണ്ട് നിങ്ങൾ പോണം ശപിക്കപ്പെട്ട ആ രാത്രി കാണാൻ. അവിടെ നെഞ്ചു കയറി പുഴുവിനെ പോലെ നിലത്തെളിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? നിങ്ങൾ കാല് തല്ലി ഒടിച്ച വിജയേട്ടൻ. തൊട്ടടുത്ത് ഞാൻ ഒരേട്ടനും കാണരുതേന്ന് പ്രാർത്ഥിച്ചു പോകുന്ന രൂപത്തിൽ. പിന്നെ നിങ്ങൾ മതയാനെ പോലെ എല്ലാം തച്ചുടച്ച് ജീവിതം ചവിട്ടി മെതിച്ച് ഞാനൊരു പെണ്ണാണെന്ന കാര്യം പോലും വിസ്മരിച്ച് കണ്ടോ ആ കാഴ്ച? കണ്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. എന്റെ ഏട്ടന്റെ ഒക്കെ നിലവിളി തീർക്കാമായിരുന്നില്ല രണ്ടുപേരെ അന്ന് തന്നെ. എന്തിനാ ബാക്കി വെച്ചത്? അശ്വതി, ഞാൻ മിണ്ടരുത്. ഞാൻ പറയാതെ ഒരു അക്ഷരം പോലും ശബ്ദിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ വിശുദ്ധനായി ഇനി ആരെയും കൊല്ലില്ല എന്ന്, പെണ്ണിന്റെ മാനം കവർന്നെടുക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ തീരുന്നതാണോ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും? എന്നെ പോലെ ഒരുപാട് പെണ്ണുങ്ങൾ കരയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അവരോടൊക്കെ പോയി പറയാൻ കഴിയോ മാപ്പ് തരണമെന്നും ഇനി തെറ്റ് ചെയ്യില്ലെന്നും? നീ പറയുന്നതൊക്കെ ശരിയാണ് അശ്വതി. എല്ലാവരോടും മാപ്പ് പറയാൻ പറ്റില്ല. എന്നാലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവുണ്ട്. വിജയേട്ടന്റെ കാല് തല്ലി ഒടിച്ചതിനെ പറ്റി ഓർത്ത് ഞാൻ ദുഃഖിച്ചിട്ടില്ല. പക്ഷെ ജയിലിനകത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുകളടച്ച് ഈശ്വരന്മാരെ മാറി മാറി വിളിച്ച് കരയുന്ന നിന്റെ മുഖം. പിന്നെ പിന്നെ ആ മുഖം എന്നെ പേടിപ്പിച്ചു തുടങ്ങി. നിന്നെ കാണുമ്പോൾ എന്ത് പറയുന്നുള്ള ചിന്തയായിരുന്നു പിന്നെ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത്. ഒടുവിൽ നീ എനിക്ക് പുതിയൊരു മനുഷ്യനായി ജീവിക്കാനുള്ള പ്രചോദനവുമായി. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഭംഗിയായി അഭിനയിക്കാൻ അറിയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി എന്റെ മുമ്പിൽ വരാൻ ധൈര്യപ്പെടില്ലായിരുന്നല്ലോ നിങ്ങൾ. എങ്കിൽ പിന്നെ വിജയേട്ടൻ തല്ലാൻ വന്നപ്പോ നീ എന്തിനാ പിടിച്ചു മാറ്റിയത്? എന്താ അപ്പൊ എനിക്ക് നിങ്ങളോട് കടുത്ത സ്നേഹം തോന്നിയെന്ന് കരുതിയോ നിങ്ങൾ? പരസ്പരം കാണുമ്പോ നീ എന്നെ കൊല്ലാനുള്ള കലിയോടെ പാഞ്ഞടുക്കുമെന്നും നടന്നതൊക്കെ നാട്ടുകാർ കേൾക്കെ വിളിച്ചു പറയുമെന്നും പിന്നെ തരം കിട്ടിയാ നീ എന്നെ വകവരുത്തുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. നീ എന്ത് ചെയ്താലും അത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. വർഷങ്ങൾക്ക് മുൻപാണ് നിങ്ങളെ കണ്ടിരുന്നതെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമായിരുന്നു. ഒരക്ഷരം ശബ്ദിക്കുന്നതിന് മുൻപേ പ്രതികരിക്കുമായിരുന്നു. ഇപ്പോഴും ഇപ്പൊ അതൊക്കെ കണ്ടു മറന്ന ഒരു പേടി സ്വപ്നം. വീട്ടിൽ വന്നത് നിന്നോട് മനസ്സ് തുറന്നൊരു കാര്യം ചോദിക്കാനാ. ഇത്രയും നേരം പറഞ്ഞതൊക്കെ മനസ്സ് തുറന്നല്ലേ? അതെ. എന്നാലും ആരും കേൾക്കാതെ നിന്നോട് മാത്രമായി പറയണമെന്ന് കരുതിയ ഒരു കാര്യം. നീ ചോദിച്ചല്ലോ നഷ്ടപ്പെട്ട മാനം തിരിച്ചു തരാൻ പറ്റുമെന്ന്. പറ്റില്ല. പക്ഷെ ആ തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം തരാമോ? ഞാൻ തിരിച്ചു വന്നത് നാടിന്റെ നടുക്കം കാണാനോ നിലവിളി കേൾക്കാനോ അല്ല. ഇനി എനിക്ക് വേണ്ടത് ശാന്തിയും സമാധാനവും. എന്നാ ഈ വേഷത്തിലല്ല നടക്കേണ്ടത്. കാഷായ വസ്ത്രം കൊടുക്കണം, ഈശ്വരന്റെ പേര് പറഞ്ഞ് പിച്ച് തണ്ടണം. ഇനി ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ല. മരിക്കേണ്ടി വന്നാൽ ഞാനിപ്പോ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ക്ഷണികമാണെങ്കിലും ഇനി അത് മതി എനിക്ക്. 7 വയസ്സ് മുതൽ നിങ്ങൾ കാട്ടിത്തന്ന വഴിയിലൂടെ നടന്നു തുടങ്ങിയവനാ ഞാൻ. അന്നൊന്നും എനിക്ക് കിട്ടാത്ത സുരക്ഷിതത്വം ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നീ വിശ്വംഭരന്റെ ആരും അല്ലെന്ന് അറിയുമ്പോൾ ശത്രുക്കൾ ഒറ്റയായും കൂട്ടമായും വരും. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കണം അവരൊക്കെ. ഇത് മയക്കുമരുന്നാടായത്.
ഇതിവിടെ കൊണ്ടുവച്ച ഞങ്ങൾ തന്നെയാ. മയക്കുമരുന്ന് കേസിൽപ്പെട്ട അകത്തായാൽ നീ അടുത്ത കാലത്തൊന്നും പുറലോകം കാണില്ല. ബോസേ, ഈ ചതി ചെയ്തതിന് നിന്നെ ഞാൻ ശിക്ഷിക്കും. ഇന്ന് എന്റെ കല്യാണമാണ്, ഉപദ്രവിക്കരുത് പ്ലീസ്. ഉപദ്രവിക്കും. ഈ കല്യാണം നടക്കാൻ പാടില്ല ഭരത. ഇനി ഒരാൾ അക്ഷമനായി നിങ്ങളെ കാണാൻ ഇവിടെ കാത്തിരിപ്പുണ്ട്. വിളിച്ചോട്ടെ? മുരളിച്ചേട്ടാ. ഹായ് സൗവർണിക. നമസ്കാരം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പിന്നെ പറയാനുണ്ടോന്ന്? ഞാൻ നിങ്ങളുടെ സ്വന്തം മുരളി മോഹൻ. എന്താ പറഞ്ഞേ? വിശ്വംഭരാണോ? ഇപ്പൊ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഒന്ന് രണ്ട് പേരിൽ ഒരു 10-24 പേര് എന്നെ അങ്ങനെ വിളിക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഭരത. നിന്നെ കൊല്ലരുതെന്നല്ലേ? കൊല്ലുന്നില്ല. പക്ഷെ ഞാൻ കാത്തിരിക്കും. എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് നിന്റെ കനത്ത കാലടി വെച്ച അപ്പൊ നീ ഓർക്കേണ്ടത് എന്റെ വാസന്തി. അവളാണല്ലോ മേലാകെ ചോര പടർന്ന ആകെ വൃത്തികേടായ പേടി കൊണ്ട് അടിമുടി കുറയ്ക്കുന്ന ഒരു 7 വയസ്സുകാരൻ ചെക്കനെ എന്റെ മുന്നിലേക്ക് ഇട്ടുതന്നതല്ല, അവളുടെ നെഞ്ചിന്ന് വലിച്ചു പറിച്ചെടുത്തതാ. മനസ്സ് മാറിയെന്ന് പറഞ്ഞ് ഒളിച്ചു കളിക്കുകയാണ് ഇപ്പോൾ എന്റെ ഭരതൻ. അവനെ തിരിച്ചു കിട്ടാൻ ഞാൻ എന്തും ചെയ്യും. ലോകത്തിന്റെ ഏതറ്റം വരെ പോവും. അതിനിടയ്ക്ക് അശ്വതി വേണ്ട. ഒരു പെണ്ണിന്റെ സെന്റിമെന്റ്സ് ചിലപ്പോ കഥയാകെ മാറ്റി മറിച്ചേക്കും. പേടിയോ എനിക്കോ? അതും ഭരതനെ. ആദ്യമായി ലോഡ് ചെയ്ത റിവോൾവർ കൊടുത്തിട്ട് ട്രിഗറിലൊന്ന് വെറുതെ അമർത്താൻ പറഞ്ഞപ്പോ പേടി കൊണ്ട് ആലില പോലെ വരച്ച ആ ഇത്തിരി പോന്ന ചെറുക്കന്റെ വിരൽ ചേർത്ത് ബുള്ളറ്റ് ഉതിർത്തത് ഞാനാ. അപ്പ പിടഞ്ഞു തീർന്നു 2 നിലവിളി. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ നേരെ SP മഹേന്ദ്രന്റെ അടുത്തേക്ക് പോകും. എന്തിനാടാ? അത് നിങ്ങളെ വിലങ്ങിന്റെ കിലുക്കം കേൾപ്പിക്കാൻ. ഒരിക്കലും അവനെന്നെ കേൾപ്പിച്ചതാ. അപ്പൊ നീ ജയിലിലായിരുന്നു. പക്ഷെ എന്നെ തൊട്ട കൈ പൊള്ളുന്നു അതോടെ അയാൾ അറിഞ്ഞു. തല്ലി കൊല്ലൂടി അവനെ ജയിലിനകത്തിട്ട്. അത് വെറും വ്യാമോഹ. ഭരതനെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നെ അയാൾക്ക് വേണം. വേണോന്നല്ല, കിട്ടിയേ തീരൂ. ഭരതൻ വരും മുതലാളി. ഇരുമ്പഴി തകർത്തിട്ടായാലും അശ്വതി വഴിക്കണുമായി കാത്തിരിപ്പുണ്ടെന്ന് ഭരതൻ അറിയാം. വരും വിശ്വംഭര. നിങ്ങൾ വിളിക്കുമ്പോഴല്ല, ഓർക്കപ്പുറത്ത് ഒരു കുള്ളിയാൻ പോലെ. അതിനു മുമ്പ് ഞാൻ ഭരതനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ എന്തിനാ അവനെ വിട്ടത്? കൈയോടെ ടോർച്ചർ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നില്ലേ? ഇപ്പോഴവൻ അഭിനയിക്കല്ലേ ഒരു തട്ടുപൊളിപ്പൻ നാടകം. കർട്ടൻ വീഴട്ടെ, എന്നിട്ട് മതി എനിക്കവൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ ഞാനിവിടെ പോയത് നിന്റെ ഭാഗ്യമാണെന്ന് പറ, അല്ലെങ്കിൽ കഥ മാറിയനെ. മനസ്സിലായില്ല? നിന്റെ ജീവിതത്തിലേക്ക് അശ്വതി വന്നത് നിന്നെ സ്നേഹിക്കാനല്ല, കൊല്ലാനാണ്. നിങ്ങളിത് പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അത് നന്നായി. ഭരത, ഞാൻ പറഞ്ഞ സത്യമാണ്. എന്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞു. നിന്നെ എങ്ങനെ വിടാൻ പറ്റും? ഇവൻ ഇങ്ങോട്ട് അയച്ചപ്പോ തന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയായിരുന്നു. ഭരതന് തുല്യം ഭരതൻ മാത്രം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു, ഒരു വേട്ടപ്പട്ടിയെ പോലെ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. പരസ്പരം പഴിചാരിയിട്ട് യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. എന്റെ തീരുമാനം ഇപ്പോഴും അത് തന്നെ എടുത്തി. ജയൻ തന്നെ യമുനയെ കല്യാണം കഴിക്കും. എല്ലാം സമ്മതിച്ചിട്ട് മുഹൂർത്തമാകുമ്പോൾ പിന്നെയും അവൻ വന്നില്ലെങ്കിലും യശോദേ. ഒരു തവണ കൂടി കല്യാണ പെണ്ണായി അണിഞ്ഞൊരുങ്ങിയിട്ട് കല്യാണം നടക്കാണ്ടിരുന്നാൽ യമുന എന്തെങ്കിലും അവ്യഹം കാണിച്ചാലോ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. താലി കിട്ടാൻ നേരത്ത് പ്രേമിച്ച പെണ്ണിനെ തേടി പോയ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. എന്റെ മോളുടെ കണ്ണീരിൽ നിന്റെ മായയുടെ ജീവിതം ഒലിച്ചു പോകും. അതിന് ഇവളുടെ കണ്ണുകളിൽ കണ്ണുനീരില്ലല്ലോ. അസത്ത് ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്റെ അമ്മ പേടിച്ചു പോയോ? പേടിക്കാതെ പിന്നെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂ? അത് ഞാൻ കാണുന്ന സ്വപ്നം മാത്രം. കണ്ണ് നനയുമ്പോഴും നമ്മൾ ചിരിപ്പിച്ച ഒരു കഥാപാത്രം. അതാരാന്ന് പറയാമോ? മനസ്സിലായില്ല അല്ലേ? വലിയ വീട്ടിൽ യശോദ. നീ എന്റെ ഒരു മുഖം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനിയുണ്ട് ഒരുപാട് മുഖം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വേണ്ടതൊക്കെ തരുമോ നീ? എന്നാ എന്റെ മോനെ ഇങ്ങതാ. മോനോ? മോൻ ജയകൃഷ്ണൻ. അവള് മയക്കെടുത്ത് ഒപ്പം കൊണ്ടു നടക്കല്ലേ അവനെ. നിങ്ങൾ ഒരമ്മയാണോ എന്നല്ലേ നീ ചോദിക്കാൻ പോയത്? അല്ല, അമ്മയല്ല. അമ്മയായിരുന്നെങ്കിൽ ഫോട്ടോയിൽ മാലയിട്ട് വെക്കില്ലായിരുന്നു.
കണ്ട ഉടനെ തല്ലി കൊല്ലുമായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ പ്രേമിക്കാനേ പറ്റൂ, ഭാര്യയാക്കാൻ പറ്റില്ല. ഭാര്യയാക്കേണ്ടത് വീടും സ്വത്തും ബാങ്ക് ബാലൻസും ഒക്കെ ഉള്ള പെണ്ണുങ്ങളെയാ. ഇക്കാലത്ത് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ നിന്റെ ജോലി കൊണ്ട് മാത്രം പറ്റില്ല. കൂടെ അമ്മായിയച്ഛന്റെ കാശും വേണം. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല മോനെ. ഇനി കാണേണ്ട ഒരു കഥാപാത്രമുണ്ട്, കൃഷ്ണനുണ്ണി. നീ വെറുതെ വാശി പിടിക്കല്ലേ യശോദേ, അവനും നമ്മുടെ മോൻ തന്നെയാ. ആണോ? അയ്യോ, അതെനിക്ക് പുതിയ അറിവാണല്ലോ. കാര്യം പറയുമ്പോ പരിഹസിക്കരുത് യശോദേ. നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുന്നത് ഈ വീട്ടിലൊരു വഴക്കുണ്ടാകരുതെന്ന് കരുതിയിട്ടാ. അന്വേഷിച്ച് കണ്ടുപിടിച്ചാലും യശോദയുടെ സമ്മതം കൂടാതെ അവനെ ഈ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ? ആദ്യം എല്ലാം ഒന്ന് ആറി തണുക്കട്ടെ. എന്നാലും ആശ്വസിക്കാൻ പറ്റില്ല. എത്ര കാലമെന്ന് കരുതി യമുന ജയകൃഷ്ണനെ കാത്തിരിക്കും. അതും ഒരു സത്യമാണ്. ജയനെ വിശ്വസിച്ച് കാത്തിരിക്കണമെന്ന് പറയാൻ പറ്റൂ? അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട യശോദേ. കഴിഞ്ഞതൊക്കെ മറന്ന് അകത്തേക്ക് വിളിക്കേ. വെറുതെ വിളിച്ചാ മതിയോ? താലപ്പൊലിയും പാണ്ടിമോളും ഒക്കെ വേണം. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ഒരു പരമ്പരയുടെ കഥയാ. നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം, ഈ കഥ പറയാൻ ഞാൻ എന്തിനാ വന്നേന്ന്. ഞാൻ പറയട്ടെ, ഇനി മായയായി നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നത് മറ്റാരുമല്ല, ഞാൻ തന്നെയാ. നിങ്ങളുടെ പ്രിയപ്പെട്ട സൗപർണിക. ഇതുവരെ എനിക്ക് നൽകിയ പ്രോത്സാഹനം ഇനിയും ഉണ്ടാവണം മോളെ. അമ്മ എന്നോട് ക്ഷമിക്കണം, ദേഷ്യം തോന്നരുത്. എന്താ മോളെ? ഇനി വിശ്വംഭരൻ മുതലാളിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരാഹാരവും ഞാൻ ഭരതേട്ടന് കൊടുക്കില്ല. അശ്വതി സംശയിച്ച ശിവനോദി, ഈ പായസത്തിൽ ഞാൻ സൈനൈഡ് കലക്കിയിട്ടുണ്ട്. എന്താ വിജയേട്ടാ? എനിക്കൊരു സഹായം വേണം. പറഞ്ഞോളൂ വിജയേട്ടാ. വിജയേട്ടന് എന്ത് സഹായം വേണ്ടത്? ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്തു തരുമോ നീ? എന്തിനാ മടിക്കുന്നത്? ചോദിച്ചോളൂ. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. എന്താ വേണ്ടത്? നിന്നെ കൊണ്ട് കഴിയും. മടിക്കാതെ പറഞ്ഞോളൂ. ഒരാളെ കൊല്ലാനുണ്ട്. അയാളെ കൊന്നാലേ എന്റെ മായയുടെ കല്യാണം നടക്കും. ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അതിന് ഞാനിപ്പോ ഭാര്യയുടെ ചേട്ടനായി പോയതുകൊണ്ട് കാശ് കിട്ടില്ല എന്ന് വിചാരിക്കണ്ട. എന്റെ കയ്യിലുള്ളത് മുഴുവൻ തരാം ഞാൻ. പിടിച്ചോ പിടിച്ചോ. എത്രയുണ്ടെന്നറിയില്ല, എന്നാലും നീ സാധാരണ വാങ്ങുന്ന കാശുണ്ടാവില്ല. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക വിജയേട്ട. ഞാനിപ്പോ പഴയ ഭരതനല്ല. ക്രിമിനലുകളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണല്ലോ നീ ഇപ്പൊ എല്ലാവരോടും പറയണത്. മനസ്സു മാറിയെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും ഞാനത് അംഗീകരിക്കില്ല. ഒരാൾ നന്നായി എന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് വിവേചിച്ചറിയാനുള്ള മനസ്സുണ്ടാവണം. ഒരാൾ പഴയതെല്ലാം മറന്ന് നല്ലൊരു മനുഷ്യനാകാൻ തീരുമാനിച്ചാൽ അയാൾ അംഗീകരിക്കാനുള്ള തന്റെ ഇടം കാണിക്കണം. അല്ലാതെ തടഞ്ഞു നിർത്തി ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഒരുപാട് പേരെ അരിഞ്ഞരിഞ്ഞ് തള്ളിയ നീ ഒരു വെളിപാട് പോലെ നല്ലവനായി എന്നങ്ങ് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാകത്തിലൊരു മണ്ടനല്ല ഞാൻ. വിശ്വസിക്കണ്ട, സത്യം തിരക്കി അറിഞ്ഞൂടെ? ആരോടാ തിരക്കേണ്ടത്? വിശ്വംഭരനോടോ? ഭാനുമതിയോടോ? അതോ ഭാര്യയായി ഇപ്പം നിന്നോടൊപ്പം ഉള്ള അശ്വതിയോടോ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയില്ലേ നീ ഒരു വിശുദ്ധനായി എന്ന്? ഇനി ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ലെന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ഭരത, നിനക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല. നീ അടുത്തു വരുമ്പോ ഇപ്പോഴും ചോരയുടെ മണമുണ്ട്. നിങ്ങളെ എന്ത് പറഞ്ഞാണ് വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വിശ്വസിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യണുണ്ടല്ലോ നീ. വിശ്വംഭരനെ പറഞ്ഞു വിട്ടില്ലേ എന്റെ ഈ കാലുകൂടി തല്ലി ഓടിക്കാൻ? ഞാനും മുതലാളിയും തമ്മിൽ പഴയതുപോലെ ബന്ധമൊന്നും ഇല്ല വിജയേട്ട. അയാൾ തല്ലിയെന്ന് അശ്വതി പറഞ്ഞു എന്നോട്. പകരം മുഖമടച്ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി മുതലാളി നിങ്ങളെ ഉപദ്രവിക്കില്ല. പച്ചയ്ക്ക് ആളെ കൊല്ലണ ഒരു ഗുണ്ടയുടെ സൗജന്യം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരാളെ കൊന്നു തരണം. നീ പറ്റുമോ? ഞാൻ ആരെ കൊല്ലണമെന്നാ വിജയേട്ടൻ നീ പറയുന്നത്? മറ്റാരെയുമല്ല, വിശ്വംഭരനെ.
അവൻ ചത്താലേ ഈ നാട് നന്നാവൂ. എന്നാലേ എന്റെ മായ ജീവനോട് ബാക്കിയുണ്ടാവും. ചെന്നു പറയണം അശ്വതിയോട്, ഏട്ടനൊരു കൊട്ടേഷൻ തന്നിട്ടുണ്ടെന്ന്. വീട്ടിൽ ചെന്നിട്ട് എണ്ണി നോക്കണം. കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ നുള്ളിപ്പിറക്കി കൊണ്ടുവന്ന് തരാം ഞാൻ. ഭരതേട്ടാ, വന്നപ്പോഴേ കണ്ടതാ മുഖത്തൊരു വാട്ടം. എന്തു പറ്റി ഭരതേട്ടാ? ഏയ് ഒന്നുമില്ല, നിനക്ക് തോന്നിയതാ. തോന്നിയതൊന്നുമല്ല. ഈ മുഖത്തൊരു നിഴൽ വീണാതെ ഞാൻ അറിയും. എന്താ ഉണ്ടായത് പറയൂ. ഒന്നും ഉണ്ടായിട്ടില്ല അശ്വതി, വെറുതെ ഓരോന്ന് ആലോചിച്ചു പോയതാ. എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഓ അതാണോ? സാരില്ല, വരുന്നത് പോലെ വരട്ടെ. അല്ല, മൊബൈൽ ഫോണോ? ഉഗ്ര സെറ്റപ്പിലാണല്ലോ. ഞാൻ പറയാൻ മറന്നുപോയതാ, അമ്മ വാങ്ങിത്തന്നതാ. ഈ അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് നമ്മളെ തമ്മിത്തല്ലിക്കുമെന്നാ തോന്നുന്നു. ഹലോ, ഞാനാ ഭാനുമതി. എന്താ ഈ രാത്രിയില്? നിനക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. ഓ, എവിടെയാ? ഈ നാട്ടിലല്ല, ടൗണിലാ. എന്താ, പോയിക്കൂടെ? എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നാളെ പറയാം. സന്തോഷായില്ലേ നിനക്ക്? സന്തോഷായി. അവളുണ്ടോ അടുത്ത്? ഉണ്ട്. ഒന്ന് കൊടുത്തേ. ആ കൊടുക്കാം. അമ്മേ. ഹലോ. ആ മോളെ, ഭരതന് വർക്ക്ഷോപ്പിലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് ഞാൻ. അത് പറയാൻ വിളിച്ചതാ. സന്തോഷായില്ലേ നിനക്ക്? ഒരുപാട് സന്തോഷായി അമ്മേ. അമ്മ, അപ്പൊ എനിക്ക് 2 മക്കളുണ്ടല്ലേ? ഉണ്ട്. നല്ലൊരു കാര്യം പറയാനാ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്. ഉറങ്ങിയിരുന്നോ നിങ്ങള്? ആ, ഉറക്കാൻ തുടങ്ങിയതാ, അപ്പോഴാ ഫോൺ വന്നത്. ഉറക്കാൻ കൈക്കുഞ്ഞാണോ അവൻ? കൈക്കുഞ്ഞിനെ മാത്രമേ പാടി ഉറക്കാവുന്നുണ്ടോ? ഇയാളെ ഉറക്കാം. സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഗുഡ് നൈറ്റ്. (9400-500-624) ഭരതന്റെ പുതിയ സെൽ നമ്പർ. എന്താ അമ്മേ? അമ്മ അല്ലടാ, ഞാനാ. നിങ്ങളോ? എന്താ കാര്യം? ഭാനുമതി പറഞ്ഞില്ലേ ഒരു ജോലിയുടെ കാര്യം, അത് നിനക്ക് കിട്ടില്ല. ആ കടയുടെ ഉടമസ്ഥൻ ഒരു 5 മിനിറ്റ് മുമ്പ് ചത്തു. കട്ട് ചെയ്തു. ആ ഒരു കാര്യം വേണം. ആ ഇനി ജോലിയുടെ കാര്യം പറഞ്ഞ് നീ അങ്ങോട്ട് പോ. അല്ല, നീ എവിടെ ഭാനുമതി ഭരതന് ജോലി ശരിയാക്കിയത്? ഈ നാട്ടിലാവില്ല, അത്രയ്ക്ക് ധൈര്യമുള്ളവരില്ലല്ലോ ഇവിടെ. പിന്നെ ടൗണിൽ. അതിശയമായിരിക്കുന്നു. അതാരോടൊപ്പം ഈ വിശ്വംഭരന്റെ പേരേക്കാത്ത പുതിയൊരു അവതാരം? ആരും പറഞ്ഞു കൊടുത്തില്ല അവന്.
ഭരതന് ജോലി കൊടുത്ത വീടിന്റെ ഉമർത്ത് വെള്ളം വെച്ച് സുഖമായിട്ടിടന്ന് ഉറങ്ങേണ്ടി വരുന്നു. ഭരതൻ എന്തെങ്കിലും ജോലി ചെയ്തൊന്ന് ജീവിച്ചോട്ടെ വിശ്വേട്ട. ഇനി എന്തിനാ ഭാനുമതി ഭരതനൊരു ജോലി? കൊല്ലാൻ പോയല്ലേ ഞാനവനെ. ഇന്നെന്തൊന്നും പറയാത്തത്? കാണട്ടെ ഭാനുമതി നിന്റെ ഒരു കിടിലൻ പെർഫോമൻസ്. എന്നാലല്ലേ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ പൂർണ്ണമായും ഞാൻ മനസ്സിലാക്കി വിശ്വേട്ട. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. പക്ഷെ എനിക്ക് പറയാനുണ്ട്. ഭരതന്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങണ്ട. ചിലപ്പോ ഭരതനോടൊപ്പം ചത്ത് കിടക്കേണ്ടി വരും. വായ്ക്കരയിട്ട് ഭരതന്റെ കവളത്ത് അവസാനമായി ഒരു അമ്മയുടെ ഉമ്മ കൊടുക്കാൻ ജീവിച്ചിരിക്കണ്ടേ നിനക്ക്? ആ, നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അവകാശം ഞാൻ തരും. എന്നിട്ട് ഞാൻ അവന്റെ ശവം പെട്രോൾ ഒഴിച്ച് കത്തിക്കൂ. ചേച്ചി എപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ നിനക്ക്? വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഏട്ടൻ കാണാണ്ട് വരണ്ടേ ചേച്ചി. ഇപ്പോഴും ഏട്ടൻ എന്നോട് വെറുപ്പാണല്ലേ? എങ്ങനെ വെറുക്കാതിരിക്കും? നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനലിന്റെ കൂടെയല്ലേ പൊറുതി. നിനക്കറിയാലോ മോളെ, ചേച്ചി എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തേന്ന്? അറിയാം. എപ്പോഴാണാവോ ആ പരിപാടി നടപ്പിലാക്കാൻ പോകുന്നത്? നീ ഉദ്ദേശിക്കുന്നത് ഭരതന്റെ മരണമല്ലേ? അതെ. അധികം വൈകില്ല, കാത്തിരിക്കാൻ ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി. എന്റെ ചേച്ചി പാവമായിരുന്നു. ഇപ്പോ മുഖത്ത് നോക്കാൻ പോലും പേടിയാവുക. എങ്ങനെ ജീവിച്ചതാണെന്നറിയോ ഞാൻ? ഞാൻ ചേച്ചി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നേരിൽ കാണുമ്പോ ഒരുപാട് സങ്കടം തോന്നും. അതാരോടാ ഞാൻ പറയുക? ചേച്ചിയോടല്ലാണ്ട്. ഒരു പെണ്ണായി ജനിച്ചു പോയതുകൊണ്ടല്ലേ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? കഴിഞ്ഞതൊന്നും ഓർക്കണ്ട ചേച്ചി. അവിടെ ഓർക്കാൻ പാകത്തിൽ നല്ലതൊന്നുമില്ല. അങ്ങനെ പറയരുത്. ഉണ്ടായിരുന്നു നമ്മുടെ ഏട്ടൻ, ഏട്ടത്തിയമ്മ, പിന്നെ നീ. ഭരതൻ എന്നെ ചീത്തയാക്കിയിരുന്നില്ലെങ്കിൽ സുഖമായി സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ നമുക്ക്? ഇപ്പോഴും ജീവിക്കായിരുന്നു. ചേച്ചി ഭരതന് കല്യാണം കഴിക്കാതിരുന്നു. ഭരതൻ എന്നെ ചീത്തയാക്കിയിരുന്നില്ലെങ്കിൽ സുഖമായി സന്തോഷത്തോടെ ജീവിക്കായിരുന്നില്ലേ നമുക്ക്? ഇപ്പോഴും ജീവിക്കായിരുന്നു. ചേച്ചി ഭരതന് കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ. അത് വിധിയാ മോളെ. ഈ കല്യാണം നടക്കണമെന്നും എന്റെ കൈകൊണ്ട് ഭരതൻ മരിക്കണമെന്നും ആരോ മുൻപേ തീരുമാനിച്ചു വെച്ചിരുന്നു. അതൊന്നുകിൽ ഈശ്വരനാവാം, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുള്ളത് പോലെ വിധി. ആ ദുഷ്ടനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചേച്ചിക്ക് കഴിയുന്നുണ്ടോ? ഞാനിപ്പോ അഭിനയിച്ച് തകർക്കമായി. സ്നേഹം വാരിക്കൊരു വിളമ്പുന്ന ഭാര്യയായിട്ട്. വെറുതെ സ്നേഹം കൊടുത്താ പോരാ, തൂവൽ സ്പർശം പോലെ സ്നേഹം അനുഭവിക്കണോ അത്രേ. ആ ദുഷ്ടന് സ്നേഹത്തെപ്പറ്റി തൂവൽ സ്പർശം എന്നൊക്കെ പറയാൻ അറിയോ? നാവിന്റെ തുമ്പിൽ ഇന്ദ്രജാലം പോലെ അതൊക്കെ വന്നുപെട്ടതാണത്രേ. സ്നേഹമല്ലേ അവന് വേണ്ടത്. ആവശ്യം പോലെ ഞാനത് കൊടുക്കുന്നുണ്ട് മായേ. ഒരു ദിവസം നീ കേൾക്കും ഭരതന്റെ മരണവാർത്ത. പക്ഷെ ചേച്ചി, വേണ്ട, നമുക്ക് വേറെ വല്ലതും പറയാം. ഏട്ടൻ എങ്ങനെയുണ്ട്? കാലിലൊക്കെ നല്ല നീരുണ്ടായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. ഫ്രാക്ചർ ഒന്നുമില്ലല്ലോ? ഇല്ല. ഏതായാലും ഇനി വിശ്വംഭരൻ ഏട്ടനെ ഉപദ്രവിക്കില്ല. എന്റെ ഭരതേട്ടൻ അയാൾക്ക് നല്ലത് കൊടുത്തിട്ടുണ്ട്. അല്ല മായയോ എപ്പോഴൊന്നും? 10-22 കൊല്ലമായി. ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ?
നിങ്ങൾ എന്റെ ആരും അല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്? ആരുമല്ല എന്ന് പറഞ്ഞത് തെറ്റ്. ഞാൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ നീ എന്റെ അനിയത്തിയല്ലേ? അനിയത്തി? ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിനക്ക് എന്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ല, പക്ഷേ നിന്റെ ചേച്ചി എന്നെ മനസ്സിലാക്കി. ഇതൊക്കെ ഏതോ നാടകത്തിലെ ഡയലോഗുകളാ. എവിടുന്ന് പഠിച്ചു? ജയിലിൽ നിന്നോ? നീ പൊട്ടിത്തെറിക്കുമ്പോഴും എനിക്ക് ദേഷ്യം തോന്നുന്നില്ല മായ. നീ എന്റെ ആരോ ആണെന്ന് എപ്പോഴും മനസ്സ് പറയുന്നത് പോലെ. ഒരു അനിയത്തിയുടെ സ്നേഹം ഞാൻ വാരിക്കോരി തരൂന്ന് കരുതി ഡയലോഗ് അടിക്കല്ലേ. എനിക്ക് നിങ്ങളെ വെറുപ്പാ. ഇപ്പോഴും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നു. മരിച്ചുപോയ എന്റെ അനിയത്തിയെ ഓർക്കുന്നത് കൊണ്ടാവാം. അവള് ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിന്നെ പോലെ തന്നെ ഉണ്ടാവുമായിരുന്നു. മരിച്ചതോ അതോ കൊന്നതോ? അവള് ചത്തുപോയത് നന്നായി. ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പോലുള്ളൊരു മൃഗത്തെ ചേട്ടാന്ന് വിളിക്കേണ്ടി വരില്ലേ? എവിടെ പോയതായിരുന്നു നീ? ഞാൻ പറയാൻ. അത് പിന്നെ ഞാൻ പുതിയ നുണയൊന്നും ആലോചിച്ച് കണ്ടുപിടിക്കണ്ട. സത്യം പറയേ, എവിടെ പോയതാ നീ? ഞാൻ ചേച്ചിയെ കാണാൻ പോയതാ.